ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സങ്കീർത്തനങ്ങൾ 35-10 വേദഭാഗം. യഹോവേ, നിനക്ക് തുല്യൻ ആർ? എളിയവനെ തന്നിലും ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും, എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരൻ്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എൻ്റെ അസ്ഥികളൊക്കെയും പറയും. നമ്മുടെ ദൈവത്തെ പോലെ തുല്യനായിട്ട് മറ്റാരുമില്ല. കാരണം എളിയവരെയും ദരിദ്രരെയും കൈവിട്ട് കളയാത്ത ദൈവം, അവരെക്കാൾ ബലമേറിയവൻ്റെ കയ്യിൽ നിന്ന് ശത്രുവായവൻ അപഹരിക്കുവാൻ കടന്നു വരുമ്പോൾ, കവർച്ച ചെയ്യുവാൻ കടന്നു വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദൈവമാണ് നാം സേവിക്കുന്ന ദൈവം എന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, നമുക്ക് ഈ ലോകത്തോട് മത്സരിക്കുവാനോ മല്ലുപിടിക്കുവാനോ ഉള്ള മാനുഷികമായ ബലമോ ശക്തിയോ ഒന്നും നമുക്കില്ല. എന്നാൽ നാം വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് വേണ്ടി നിലകൊള്ളുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ നമ്മെ തകർത്ത് കളയുവാൻ ശ്രമിച്ചാലും അവൻ്റെ ബലവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ചാലും ആ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നു. അവൻ നമ്മെ രക്ഷിക്കുവാൻ മതിയായ ദൈവമെന്ന് തിരുവചനം ശക്തിയോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് വിശ്വസിക്കുക. ലോകത്തെ നോക്കി ഭയപ്പെടുകയല്ല, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കുക. സ്വർഗീയ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. എളിയവരെയും ദരിദ്രരെയും കൈവിട്ട് കളയാതെ രക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ വലിയ കരത്തിൻ്റെ വിടുതലുകൾ ഞങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുന്നതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിങ്കൽ തന്നെ. ആമേൻ.